ഇതുവരെ ആരും കൊടുക്കാത്ത ആർക്കും കൊടുക്കാൻ പറ്റുന്ന സസ്പെൻഷൻ ടെക്നോളജി ബ്രഷ് കട്ടറിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങൾ MDMന്റെ ബ്രഷ് കട്ടർ വാങ്ങുമ്പോൾ 1 അല്ല 2 അല്ല 7 അറ്റാച്ച്മെന്റ്സ് ഫ്രീ ആയിട്ട് കിട്ടും. ഇത്ര അറ്റാച്ച്മെന്റ്സോട് കൂടി ഒരു ബ്രഷ് കട്ടർ വേറെ എവിടെയും നിങ്ങൾക്ക് കിട്ടത്തില്ല. നിങ്ങളൊരു ബ്രഷ് കട്ടർ വാങ്ങുന്ന സമയത്ത് ഇങ്ങനെ തട്ടി നോക്കി വേണം വാങ്ങാൻ, ഇല്ലെങ്കിൽ നിങ്ങൾ പറ്റിക്കപ്പെടും. അതെന്താണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഞാൻ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ബ്രഷ് കട്ടർ വാങ്ങരുത്. വാങ്ങി നിങ്ങൾ നോക്കിക്കേണ്ടി വരും. മഴക്കാലം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീടും പറമ്പും അതുപോലെ കാടൊക്കെ ചുറ്റി കളകൾ അല്ലെങ്കിൽ പുല്ലൊക്കെ വളർന്നു വരുന്നത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. ശരി, കളകളൊക്കെ വളർന്നു, ഒരാളെ വെച്ച് വെട്ടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ആൾക്കൂലി എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലും ആയിരിക്കും. സോ ഇതിനൊരു പരിഹാരമാണ് ഒരു ബ്രഷ് കട്ടർ വാങ്ങുക എന്നുള്ളത്. നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ പല ആളുകൾക്കും ഏരിയയിൽ ജോലികൾക്ക് ഏരിയയിൽ ബ്രഷ് കട്ടറാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല. ചില ആളുകൾക്കാണെങ്കിൽ ബ്രഷ് കട്ടറിൽ എന്തൊക്കെ നോക്കി വാങ്ങണമെന്ന് അറിയത്തില്ല. ഇനി വേറെ ചില ആളുകൾക്കാണെങ്കിൽ ബ്രഷ് കട്ടർ എവിടെ നിന്ന് വാങ്ങണമെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒരു ബ്രഷ് കട്ടർ എങ്ങനെ നോക്കി വാങ്ങാം എന്നതിനെ പറ്റിയാണ്. ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഈ വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഏത് രീതിയിലുള്ള ബ്രഷ് കട്ടറാണ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നത് അല്ലെങ്കിൽ വാങ്ങേണ്ടതെന്ന്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് അധിക അളവിൽ കാശുകൾ കളിക്കാൻ പ്ലാൻ ഉണ്ട്. അതിനൊരു ബ്രഷ് കട്ടർ വാങ്ങാൻ നോക്കുവാണെങ്കിൽ എന്തായാലും സൈഡ് പാക്ക് ബ്രഷ് കട്ടർ തന്നെ വാങ്ങുക. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വണ്ണമുള്ള കാഴ്ചകളൊക്കെ പറക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തീച്ചുപുല്ല് വെട്ടുന്നതിന് അല്ലെങ്കിൽ കുറേ കാട് പോലുള്ള കളകളൊക്കെ പറക്കണമെങ്കിൽ ഈ സൈഡ് പാക്ക് ബ്രഷ് കട്ടറൊക്കെ നിങ്ങൾക്ക് നല്ലതായിട്ടുണ്ടാവുക. ഇപ്പം ഞാൻ വീഡിങ് പർപ്പസിനായിട്ടാണ് ഒരു ബ്രഷ് കട്ടർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതായത് വീട് അറ്റാച്ച്മെന്റ് ചെയ്തിട്ട് ഒരു ബ്രഷ് കട്ടർ വാങ്ങാനാണെങ്കിൽ നിങ്ങൾക്ക് ഈ പാത്തി എടുക്കാൻ അല്ലെങ്കിൽ വട്ടപ്പാത്തി എടുക്കാനൊക്കെ ആയിട്ടാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ളത് ബാക്ക് പാക്ക് ബ്രഷ് കട്ടർ ആയിരിക്കും. ഇനിയില്ല, ഞാൻ ബാക്ക് പാക്ക് ബ്രഷ് കട്ടറാണ് വെച്ചിട്ടുള്ളത്, എനിക്ക് 80 ടീത്ത് ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനും പറ്റും. സോ ഈ 2 ബ്രഷ് കട്ടറിൽ നിങ്ങൾക്ക് വീട് അറ്റാച്ച്മെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഒരുപാട് നേരത്തെ കട്ട് ചെയ്യാൻ പറ്റില്ല. ആർക്കൊക്കെ ഏതൊക്കെ ബ്രഷ് കട്ടർ യൂസ് ചെയ്യാൻ നമ്മളിപ്പോൾ നോക്കി. ഇനി ഒരു ബ്രഷ് കട്ടർ വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു സൈഡ് പാക്ക് ബ്രഷ് കട്ടറാണ് നിങ്ങൾ വാങ്ങാൻ പോകുന്നതെങ്കിൽ ആദ്യമേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ഹാൻഡിൽ ബാർ ആണ്. കാരണം നമ്മൾ കുറേ നേരം ഈ ഹാൻഡിൽ ബാർ പിടിച്ചാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് കട്ടിങ് അല്ലെങ്കിൽ വീഡിങ് ആയിരിക്കും നമ്മൾ ഈ ഹാൻഡിൽ ബാറിലാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഹാൻഡിൽ ബാർ SS മെറ്റീരിയൽ ആണെന്ന് ചെക്ക് ചെയ്ത് വേണം വാങ്ങാൻ. എന്നാൽ മാർക്കറ്റിലൊക്കെ റേറ്റ് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അലൂമിനിയത്തിലേക്ക് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ വളരെ ഷോർട്ട് ടൈമിൽ അത് ബെൻഡായി പോകും. നമ്മുടെ സൈഡ് പാക്ക് ബ്രഷ് കട്ടറിൽ ബാലൻസിങ് വരുന്നത് ഷോൾഡറിലും ഹിപ്പിലും ആണ്. അപ്പോൾ ഒരു ബ്രഷ് കട്ടർ എങ്ങനെ നോക്കി വാങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു സ്പോഞ്ച് ഉണ്ടോ എന്ന് എന്തായാലും നോക്കണം. പുറത്തൊക്കെ നോക്കുവാണെങ്കിൽ ഈ ഒരു ബെൽറ്റ് മാത്രമേ കൊടുക്കത്തുള്ളൂ, സ്പോഞ്ച് ഒന്നും കൊടുക്കത്തില്ല. ഇനി രണ്ടാമത്തേത് നോക്കുവാണെങ്കിൽ ഇതുപോലൊരു ഹാർഡ് പ്ലാസ്റ്റിക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഈ ഹാർഡ് പ്ലാസ്റ്റിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രഷ് കട്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് എഞ്ചിന് തന്നെ ചൂട് നമ്മുടെ ബോഡിയിലോട്ട് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹാർഡ് പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നത്. മൂന്നാമതായി ഹാൻഡിൽ ബാറിൽ കമ്പൽസറി ആയിട്ട് ഇതുപോലെ കുഷ്യൻ മാതിരി ഒരു സ്പോഞ്ച് കൊടുത്തിട്ടുണ്ടാവണം. എന്താണെന്ന് വെച്ചാൽ സ്പോഞ്ച് ഉണ്ടെങ്കിൽ ഹിപ്പിൽ വെക്കുമ്പോൾ പ്രഷർ ആയാലും വേദനിക്കാതിരിക്കും. ഫേസിന് ഫേസ് മാസ്ക് ഫ്രീ ആയിട്ടുള്ളത് നമ്മുടെ MDMയിൽ മാത്രമാണ്. സോ നിങ്ങളൊരു ബ്രഷ് കട്ടർ വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഫേസ് മാസ്കും ഫ്രീ ആയിട്ട് കിട്ടും. അത് മാത്രമല്ലാതെ ടൂൾ കിറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. സോ ബ്രഷ് കട്ടർ വാങ്ങുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് കറക്റ്റായിട്ട് നോക്കണം. ഇനി ബാക്ക് പാക്ക് ബ്രഷ് കട്ടറാണ് വാങ്ങാൻ പോകുന്നതെങ്കിൽ കമ്പൽസറി ആയിട്ട് അതിനകത്ത് കുഷനിങ് എഫക്റ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രഷ് കട്ടർ കുറേ നേരം മുതുകിലിട്ടായിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു രീതിക്ക് സോഫ്റ്റ് ആയിട്ടിരുന്നാലാണ് നിങ്ങൾക്ക് ഇതിടാൻ ഈസി ആയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ MDMൽ ഈ ഒരു രീതിക്ക് സോഫ്റ്റ് ആയിട്ടുള്ള കുഷനിങ് ആണ് കൊടുക്കുന്നത്. രണ്ടാമത് എന്ത് നോക്കണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു ചെറിയ സ്പ്രിങ് കൊടുത്തേക്കുന്നത് കണ്ടോ. എഞ്ചിനിൽ വരുന്ന എല്ലാ വൈബ്രേഷൻസും ഈ ചെറിയ സ്പ്രിങ്ങിലോട്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. എഞ്ചിൻ വൈബ്രേഷനുള്ളപ്പോൾ ഈ സ്പ്രിങ് എല്ലാ വൈബ്രേഷനും എടുക്കുന്നത് കൊണ്ട് നിങ്ങൾ ഒത്തിരി നേരം വർക്ക് ചെയ്താലും നിങ്ങൾക്കൊരു ഫീൽ പോലും ഉണ്ടാകത്തില്ല. ഇപ്പം നമ്മൾ സൈഡ് പാക്കിനെ പറ്റിയും ബാക്ക് പാക്കിനെ പറ്റിയും നോക്കി. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൻട്രൽ റോഡാണ്. കാരണം ഈ സെൻട്രൽ റോഡിലാണ് എല്ലാ ജോലികളും നടക്കുന്നത്. ഞാൻ ഈ വീഡിയോയുടെ ഫസ്റ്റിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ബ്രഷ് കട്ടർ വാങ്ങുമ്പോൾ തട്ടി നോക്കി വേണം വാങ്ങാനെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് SS മെറ്റീരിയലാണ്. അതുപോലെ തന്നെ നല്ല തിക്നെസ്സിലുമാണ് കൊടുത്തിരിക്കുന്നത്. വെളിയിലെല്ലാം വാങ്ങുവാണെങ്കിൽ അലൂമിനിയത്തിലായിരിക്കും ഉണ്ടാവുക. സോ അതുകൊണ്ടാണ് പറയുന്നത് തട്ടി നോക്കി വേണം വാങ്ങാനെന്ന്. അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉള്ളിൽ കൂടെ പോകുന്ന ഗിയർ റോഡ്. അത് എന്തളവിൽ സ്ട്രോങ് ആയിരിക്കുക അതിനനുസരിച്ചാണ് ബ്രഷ് കട്ടറിൻ്റെ ലൈഫ് വരുന്നത്. നിങ്ങൾ തന്നെ നോക്ക് എത്ര തിക്നെസ്സിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന്. ഇപ്പോൾ അറ്റാച്ച്മെൻറ്റ് നോക്കുവാണെങ്കിൽ നമ്മൾ അധികമായിട്ട് യൂസ് ചെയ്യുന്നത് കള എടുക്കാനാണ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ട്രിമ്മറാണ്. അപ്പോൾ ട്രിമ്മറിൽ എന്താണ് നോക്കി വാങ്ങേണ്ടതെന്ന് വെച്ചാൽ മിക്ക സ്ഥലത്തും പ്ലാസ്റ്റിക്കിലാണ് ട്രിമ്മർ കൊടുക്കുന്നത്. എന്നാൽ നമ്മുടെ MDMൽ സ്പെഷ്യലായിട്ട് അലൂമിനിയത്തിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ലൈഫ് ഒരുപാടുണ്ടാവും. ഇപ്പോൾ ട്രിമ്മറിൻ്റെ ബോഡി നോക്കുവാണെങ്കിൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റോപ്പാണ്. എന്തെന്നാൽ അതാണ് കട്ട് ചെയ്യുന്നത്. സോ ആ ട്രിമ്മർ നമ്മൾ നൈലോൺ, അതായത് സ്ട്രോങ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൽ നൈലോൺ മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്. പല കമ്പനികളിലും അത് വന്നിട്ട് റൗണ്ട് ആയിട്ടായിരിക്കും കിട്ടുക. നമ്മുടെ അടുത്ത് സ്ക്വയർ ആയതുകൊണ്ട് ലൈഫ് ഉണ്ടാവും. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീരാൻ ചാൻസ് ഉണ്ട്. സോ കൂടെ നമ്മൾ 50 മീറ്ററിന് റോപ്പ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടും തരുന്നുണ്ട്. അടുത്തത് ഈ 80 ടീത്ത് ബ്ലേഡിനെ പറ്റി നോക്കാം. ഇപ്പോൾ 80 ടീത്ത് ബ്ലേഡ് നോക്കുവാണെങ്കിൽ ജസ്റ്റ് ഒരു മെറ്റലാണ്. നമ്മൾ ഇതിൽ ബ്ലേഡിൻ്റെ ടിപ്പ് തിക്കായിട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട്
1.5 ഇഞ്ച് 4 ഇഞ്ച് ഷാർപ്പായും സ്ട്രോങ് ആയും വെട്ടാം. അടുത്തത് നോക്കുവാണെങ്കിൽ ഈ 2 ടീത്ത് ബ്ലേഡ് ആണ്. ഇത് നല്ല ഹാർഡ് മെറ്റലിലാണ് കൊടുത്തിരിക്കുന്നത്. വളയാനോ ഒടയാനോ ചാൻസ് ഉണ്ടാവില്ല. നല്ല സൂപ്പറായിട്ട് നിങ്ങൾക്ക് പെർഫോമൻസും കിട്ടും. അടുത്തത് ഈ വീഡർ. ഇപ്പം നിങ്ങൾ വീഡിംഗ് പർപ്പസിനായിട്ടാണ് വാങ്ങുന്നതെങ്കിൽ ഇതിൻ്റെ പുറത്തൊക്കെ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ. ഇതാണ് സ്റ്റോൺ ഗാർഡ്. ഇത് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല, നമ്മുടെ MDMൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഈ സ്റ്റോൺ ഗാർഡിൻ്റെ യൂസ് എന്തെന്നാൽ നിങ്ങൾ വീഡിംഗ് ചെയ്യുമ്പോൾ കല്ലിടയിൽ പെട്ട പെർഫോമൻസ് സ്ലോ ആവും. അതിനെ തുടർന്നാണ് നമ്മൾ ഈ സ്റ്റോൺ ഗാർഡ് കൊടുത്തേക്കുന്നത്. സോ ഇതുപോലെ ഉള്ള വീഡർ നമ്മുടെ MDMൽ മാത്രമേ കിട്ടത്തുള്ളൂ. നിങ്ങൾ വീഡേഴ്സ് വാങ്ങുവാണെങ്കിൽ ഇതേപോലെയുള്ള വീഡേഴ്സ് വേണം വാങ്ങാൻ, എന്നാൽ ലൈഫ് ഉണ്ടാവുള്ളൂ. അതേസമയം ജോലിയും നന്നായി നടക്കും. MDM എന്ന് പറഞ്ഞാലേ മൾട്ടിപർപ്പസ് ആണ്. നമ്മുടെ കയ്യിൽ കട്ടിങ്ങിനും വീഡിങ്ങിനും മാത്രമല്ല അറ്റാച്ച്മെന്റ്സ് ഉള്ളത്. മറിച്ച് നിങ്ങൾക്ക് മരത്തിന് ചില്ലകളൊക്കെ വെട്ടണമെങ്കിൽ അതിന് നമുക്ക് ഈ ചെയിൻസ് അറ്റാച്ച്മെന്റ് ഉണ്ട്. ഇനി വെള്ളം കെട്ടി കിടക്കുന്നത് മാറ്റി വിടണമെങ്കിൽ നമ്മുടെ കയ്യിൽ പമ്പ് അറ്റാച്ച്മെന്റും ഉണ്ട്. സോ നമ്മുടെ കയ്യിൽ മൊത്തത്തിൽ 20+ അറ്റാച്ച്മെന്റ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നമ്മുടെ കയ്യിലുള്ള എല്ലാ ബ്രഷ് കട്ടറും കണ്ടു. എന്നാൽ അങ്ങനെയല്ല, നമ്മുടെ MDMൽ പ്രീമിയത്തിലുള്ളത് ബ്രഷ് കട്ടർ ഉണ്ട്. അതാണ് 1 ടച്ച് ബ്രഷ് കട്ടർ. 1 ടച്ച് ബ്രഷ് കട്ടർ വന്നത് സെൽഫ് സ്റ്റാർട്ട് ആണ്. അതുപോലെ നിങ്ങൾക്ക് ഈ ബ്രഷ് കട്ടർ വാങ്ങുന്ന സമയത്ത് ബാറ്ററിയും ചാർജറും ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. എങ്ങനെയല്ല ഒരു ബ്രഷ് കട്ടർ നോക്കി വാങ്ങാന്ന് കണ്ടു. ഇനി എവിടെ നിന്ന് വാങ്ങാൻ നോക്കാം. വേറെ എവിടെയും പോകണ്ട, നമ്മുടെ MDMലേക്ക് തന്നെ വന്നാൽ മതി. നമ്മുടെ MDM തന്നെ വാങ്ങണമെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാട് ഓൾ ഓവർ സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്. അതുപോലെ കേരളത്തിൽ നമുക്ക് ഷൊർണൂരും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സർവീസിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല. സോ അതുപോലെ സ്പെയർസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അത് മാത്രമല്ല നമ്മുടെ കമ്പനി വന്നിട്ട് സൺഡേസിൽ ഓപ്പൺ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഡെമോ പേഴ്സൺസും ഒക്കെ അവൈലബിൾ ആയിരിക്കും. സോ അതുകൂടാതെ ആദ്യം വിളിച്ച് ബുക്ക് ചെയ്യുന്ന 50 പേർക്ക് നമ്മൾ 5000 രൂപ ഡിസ്കൗണ്ടും അതുപോലെ തന്നെ 7 അറ്റാച്ച്മെന്റ്സ് ഫ്രീ ആയിട്ടും കൊടുക്കുന്നുണ്ട്. സോ ഇനി ഒട്ടും വൈകിക്കേണ്ട, വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൾ ചെയ്യുക, ബുക്ക് ചെയ്യുക.